നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായുള്ള അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിക്കാനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ആശാശുശ്രൂഷകൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. MDMA കേസിൽ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൾ ഹാമദ് മഖാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം. പുനേർകുളം പുന്നൂക്കാവിൽ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ മാർഗതടസ്സമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് തർക്കവും സംഘർഷവും. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരനെ ആക്രമിച്ച സംഘം രക്ഷപ്പെട്ടു. കുന്നംകുളം പ്രസ് ക്ലബ് മാധ്യമ പുരസ്കാരം TD ഫ്രാൻസിസിനും ഷാരിമ രാജനും. ഇക്കുറി മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെയും പുരസ്കാരദാന ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധവുമായി കോൺഗ്രസ്. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടകാമ്പാൽ ചിറക്കൽ റോഡ് പ്രവർത്തകർ ഉപരോധിച്ചു. വിഷയത്തിൽ ഇടതുഭരണ നേതൃത്വം നിസ്സംഗ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ. വാർത്തകൾ വിശദമായി. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായുള്ള അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിക്കാനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ആശാശുശ്രൂഷകൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള വിശുദ്ധ വാരത്തിൽ ദേവാലയങ്ങളിലും വിശ്വാസികളുടെ ഭവനങ്ങളിലും നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് പെസഹ. കുരിശുമരണത്തിന് മുമ്പ് ശിഷ്യർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെയും സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങൾ നടക്കും. പങ്കുവയ്പിന്റെയും എളിമപ്പെടേണ്ടതിന്റെയും സന്ദേശമാണ് പെസഹ ആചരണത്തിലൂടെ ക്രൈസ്തവ വിശ്വാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ 50 നോമ്പാചരണത്തിലെ പ്രധാന തിരുകർമ്മങ്ങൾക്കാണ് വിശ്വാസി സമൂഹം സാക്ഷ്യം വഹിക്കുക. വ്യാഴാഴ്ച രാവിലെ ദേവാലയങ്ങളിൽ ദിവ്യബലിയും കാൽക്കഴുകൽ ശുശ്രൂഷയും നടക്കും. ക്രിസ്തു തന്റെ ശിഷ്യരുടെ കാൽ കഴുകിയതിന്റെ ഓർമ്മ പങ്കുവച്ച് വൈദികൻ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കും. വെള്ളിയാഴ്ച ക്രിസ്തുവിന്റെ പീഠസഹനത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ചുള്ള തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ അണിനിരക്കുന്ന കുരിശിന്റെ വഴിയുമുണ്ടാകും. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ആരംഭിച്ച് ഞായറാഴ്ച പുലർച്ചെ സമാപിക്കുന്ന ഉയിർപ്പിന്റെ ശുശ്രൂഷകളോടെ 50 ദിനരാത്രങ്ങൾ നീണ്ട വലിയ നോമ്പാചരണത്തിന് സമാപനമാകും. 2 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന അണ്ടത്തോട് ദർഗാ ഷരീഫ് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് നേർച്ചയാഘോഷം. വർഷം തോറും നടത്തിവരാറുള്ള അണ്ടത്തോട് ദർഗാ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹയാത്തുൽ ഔലിയയുടെ ആണ്ട് നേർച്ചയ്ക്കാണ് ബുധനാഴ്ച വൈകിട്ട് തുടക്കം കുറിച്ചത്. പെരിയമ്പലം ബീച്ചിൽ നിന്ന് അംബാജ ഫെസ്റ്റിന്റെയും ക്രസ് ഫെസ്റ്റിന്റെയും കാഴ്ചകൾ പുറപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി ജാറം അങ്കണത്തിലെത്തി സമാപിക്കും. വ്യാഴാഴ്ച രാവിലെ അണ്ടത്തോട് ബീച്ച് പരേതനായ ചാലിൽ സുലൈമാന്റെ വീട്ടിൽ നിന്ന് കൊടിയേറ്റ കാഴ്ച ചന്ദനക്കുടവുമായി 11 മണിക്ക് പള്ളിയിലെത്തി നേർച്ചയ്ക്ക് കൊടിയേറ്റം നടത്തും. വൈകിട്ട് 5 മണി മുതൽ 11ഓളം ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കാഴ്ച ആരംഭിക്കും. അകലാട് മൂന്നേനി മുതൽ പാലപ്പെട്ടി വരെയും തൃപ്പറ്റ് നാക്കോല കിഴക്കൻ മേഖലയിൽ നിന്നുമായി 11 കാഴ്ചകളുണ്ടാകും. അകലാട് യൂത്ത് കാർണിവൽ മൂന്നേനിയുടെ കാഴ്ച ജാറം അങ്കണത്തിലെത്തുന്നതോടെ ആഘോഷത്തിന് സമാപനമാകും. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി 10ഓളം തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരക്കും. ഇതിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ ഭാഗികമായി വാഹന നിയന്ത്രണം ഉണ്ടാകും. വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. തലക്കോട്ടുകരയിൽ ഇരുചക്രവാഹനം കാൽനട യാത്രികനെ ഇടിച്ചിട്ട് നിർത്താതെ പോയെന്ന് പരാതി. പാർലിക്കാട് സ്വദേശി 58 വയസ്സുള്ള രാജനെയാണ് ഇരുചക്രവാഹനം ഇടിച്ചത്. പരിക്കേറ്റ ഇദ്ദേഹത്തെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആക്ട്സ് പ്രവർത്തകരെത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിച്ച വാഹനത്തെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് രാജൻ പറഞ്ഞു. MDMA കേസിൽ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയാണ് പിടിയിലായ പ്രതിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൾ ഹാമദ് മഖാമെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് ഈ കേസിൽ പൂക്കോട് താമരയൂർ സ്വദേശി 31 വയസ്സുള്ള നിതീഷ്,
കോട്ടപ്പടി സ്വദേശി 21 വയസ്സുള്ള മുഹമ്മദ് അൻസിൽ എന്നിവർ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ 5ാം പ്രതിയാണ് അറസ്റ്റിലായ വിദേശ പൗരൻ. പ്രതികൾക്ക് MDMA വിൽപ്പന നടത്തിയ കേസിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കുന്നംകുളം പോലീസ് വിദേശ പൗരനെ പിടികൂടിയത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരിവസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തലവനുമാണ് പ്രതിയെന്നും പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ചാവക്കാട് മണത്തലയിൽ മരം കയറ്റി വന്ന ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. കണ്ണൂർ സ്വദേശി മോഹനാണ് പരിക്കേറ്റത്. പുലർച്ചെ 2 മണിക്ക് മണത്തല പള്ളിക്ക് മുൻവശമാണ് അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് മരം കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അമിതമായി ലോഡ് കയറ്റി വന്ന ലോറി റോഡിന്റെ അരികിൽ നിന്ന് ഇറങ്ങിയതാണ് മറിയാനുണ്ടായ കാരണം. ഒരാഴ്ച മുമ്പും 2 ലോറികൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. അനധികൃത കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതിയായ മണലി സ്വദേശിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി. കഞ്ചാവ് സൂക്ഷിച്ചതിനും വിൽപ്പന നടത്തിയതിനുമെതിരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിയായ ചൂണ്ടൽ പഞ്ചായത്തിലെ മണലി മേലേത്തലയ്ക്കൽ വീട്ടിൽ സുനിൽ ദത്തിന്റെ ആസ്തികളാണ് സെക്ഷൻ 68A NDPS നിയമപ്രകാരം കണ്ടുകെട്ടുന്നതിന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ ഉത്തരവിട്ടത്. പ്രതിയായ സുനിൽ ദത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. മാരകലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കേരള പോലീസ് രൂപീകരിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചത്. പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന NDPS കേസ് അന്വേഷിക്കുന്നതിനും ആസ്തികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുമായി സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, CPOമാരായ രവികുമാർ, രഞ്ജിത്ത്, അബീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ 7.900 കിലോഗ്രാം കഞ്ചാവാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. പ്രതിയായ സുനിൽ ദത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും 1.5 കിലോ കഞ്ചാവും 2 കിലോ കഞ്ചാവ് കാറിൽ നിന്നും എക്സൈസ് വകുപ്പ് കണ്ടെടുത്തിരുന്നു. പ്രതി കുറച്ചു വർഷങ്ങളായി പരിചയമുള്ള ഒറീസ സ്വദേശികളിൽ നിന്നും കഞ്ചാവ് കേച്ചേരിയിൽ വെച്ച് വാങ്ങി വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും 500-1000 രൂപയ്ക്ക് വിറ്റാണ് താമസിച്ചു പോന്നിരുന്നത്. കുന്നംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ പ്രതിയായ സുനിൽ ദത്തിന്റെ ആസ്തികൾ പരിശോധിച്ചപ്പോൾ സ്ഥിരവരുമാനമില്ലാത്ത പ്രതി നിയമവിരുദ്ധമായി കഞ്ചാവ് വിറ്റതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് വസ്തുവകകളും വാഹനവും വാങ്ങിയതെന്നും വാങ്ങിച്ച ആസ്തികൾ ഭാര്യയായ CK ഷഹനയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ബോധ്യപ്പെട്ടതിനാൽ ഇയാളുടെ 18,53,000 രൂപ മതിപ്പ് വില വരുന്ന വീടും 10 ലക്ഷം രൂപ മതിപ്പ് വില വരുന്ന കാറുമാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് മാരക ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന പ്രതികളുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നതിനുള്ള നിയമ നടപടികൾ കുന്നംകുളം സബ് ഡിവിഷനിൽ നിന്നും ഇനിയും ഉണ്ടാകുമെന്ന് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് പറഞ്ഞു. വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മെഗാ ജോബ് ഫെയർ ഏപ്രിൽ 26 നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ പ്രത്യേക കൌൺസിൽ യോഗം ചേർന്നു. പദ്ധതിയുടെ ഭാഗമായി നഗരസഭകൾ 10 ലക്ഷം രൂപ ചെലവഴിച്ച് പദ്ധതി രൂപീകരിക്കണം. തൊഴിൽ ദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും പ്രാദേശിക തലത്തിൽ കണ്ടെത്തണം. ഇതിനായി വാർഡ് തലത്തിൽ കൌൺസിലറും ADS അംഗങ്ങളും ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാരും ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിർദ്ദേശിച്ചു. 26-ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് എന്നിവിടങ്ങളിലാണ് തൊഴിൽമേള നടത്തുന്നത്. ജില്ലയിൽ 10,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വാഹന സൗകര്യമടക്കം ഒരുക്കുമെന്ന് നഗരസഭാധ്യക്ഷ അറിയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമായിരുന്ന ചാവക്കാട് മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ KP വത്സലൻ അടക്കമുള്ള നേതാക്കൾ വഹിച്ച പങ്ക് വളരെ വിലപ്പെട്ടതാണെന്ന് കേരള പ്രവാസി ബോർഡ് ചെയർമാനും CPM ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു. ഏപ്രിൽ 16 KP വത്സലൻ രക്തസാക്ഷി ദിനത്തിൽ ഒറ്റേനി രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അക്രമരാഷ്ട്രീയത്തിലൂടെ പാർട്ടിയെ വളരാൻ അനുവദിക്കാത്ത തണൽ രാജാക്കന്മാരുടെ പ്രമാണിത്വം, ചുവപ്പ് കൊടി കണ്ടാൽ ഹാലിളകുന്ന സാമുദായിക പ്രമാണിത്വം, ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വളരെ സവിശേഷതയാർന്ന ശൈലിയിൽ നടത്തിയ ഉജ്ജ്വല പ്രവർത്തനം കാഴ്ചവെച്ച് സഖാവ് വത്സലന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടത്തെ മണ്ണിൽ ശക്തിയാർജിക്കാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അഹമ്മദ് കെയും വത്സലിനും ഉൾപ്പെടെയുള്ള സഖാക്കൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സഖാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടാണ് അക്കാലത്ത് നിലനിന്ന പ്രാമാണിത്വത്തെ അവർ വെല്ലുവിളിച്ചത്.
ആ പ്രാമാണിത്വം എന്ന് പറയുന്നത് അക്രമങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ അനുവദിക്കുകയില്ല എന്ന ധിക്കാരപരമായ നിലപാടിന്റെയും ഒക്കെ പ്രതീകങ്ങളായിരുന്നു പലരും. കടൽ രാജാക്കന്മാരുടെ പ്രാമാണികത്വം, ചുവന്ന കൊടി കണ്ടാൽ ഹാലിളകുന്ന സാമുദായിക പ്രമാണിത്വം, ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ പ്രവർത്തനം, ആ പ്രവർത്തനമാണ് സഖാവ് വത്സലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആ മണ്ണിൽ ശക്തിയാർജിക്കുന്നതിന് ഇടയാക്കിയത്. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് അകലാട് ഒറ്റൈനി രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പചക്രം അർപ്പിക്കലും നടത്തിയതിനു ശേഷമാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. പാർട്ടി ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ്, എൻ കെ അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, AH അക്ബർ, ഷൈനി ഷാജി തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ സ്വാഗതവും പൊന്നിയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ഷമീർ നന്ദിയും പറഞ്ഞു. വിവിധ ബ്രാഞ്ചുകളിൽ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി പ്രഭാതപേരിയും പതാക ഉയർത്തലും പുഷ്പാഞ്ജലിയും സംഘടിപ്പിച്ചു. തിരുവത്ര ബലികുടീരത്തിൽ നടത്തിയ പരിപാടികൾക്കു ശേഷം പ്രവർത്തകർ ബൈക്ക് റാലിയോടുകൂടിയാണ് ഒറ്റൈനിയിൽ എത്തിയത്. ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട KP വത്സലന്റെ 19ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നഗരസഭയിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. നഗരസഭാ അങ്കണത്തിൽ നടന്ന അനുസ്മരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പുഷ്പാർച്ചന നടത്തി. വൈസ് ചെയർമാൻ KK മുബാറക്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാഹിന സലീം, PS അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ തുടങ്ങിയ ജനപ്രതിനിധികളും നഗരസഭാ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. പുന്നൂക്കാവിൽ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ മാർഗതടസ്സമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് തർക്കവും സംഘർഷവും. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരനെ ആക്രമിച്ച സംഘം രക്ഷപ്പെട്ടു. പൊന്നിയൂർക്കുളം കോറോത്തേൽ പള്ളിക്ക് സമീപം ഷക്കീറിന്റെ വീടിന് മുൻവശത്ത് വെച്ചാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. ഷക്കീറിന്റെ വീട്ടിലേക്ക് കയറുന്ന ഗേറ്റിനു സമീപം താർ വാഹനം നിർത്തി മാർഗതടസ്സമുണ്ടാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ വീടിനു മുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി ഷക്കീറിനെയും കുടുംബത്തെയും ദേഹോപദ്രവമേൽപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. തുടർന്ന് വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രശ്നമുണ്ടാക്കിയവരിൽ പ്രധാനികളെന്നു സംശയിക്കുന്ന 2 പേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ജീപ്പിൽ കയറ്റുന്നതിനിടെ സീനിയർ പോലീസ് ഓഫീസർ അർജുനനെ 2 പേരും ചേർന്ന് ദേഹോപദ്രവമേൽപ്പിച്ച് മറ്റ് 8 പേരുടെ സഹായത്തോടെ വാഹനത്തിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. പെരുമ്പടപ്പ് സ്വദേശികളാണെന്നാണ് പറയുന്നത്. രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച വാഹനവും മാർഗതടസ്സമുണ്ടാക്കിയ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ വാഹനത്തിൽ നിന്ന് ചോർന്ന എഞ്ചിൻ ഓയിലിൽ തെന്നിവീണ ഇരുചക്രവാഹന യാത്രികനായ യുവാവിന് പരിക്കേറ്റു. തലക്കൂട്ടുകര ഞാലിൽ കൃഷ്ണൻ മകൻ സന്തോഷിനാണ് പരിക്കേറ്റത്. ഇയാളെ കൈപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മബൽഹുദ സ്കൂളിന് മുൻവശത്ത് ബുധനാഴ്ച രാവിലെ 11:15ഓടെയാണ് അപകടമുണ്ടായത്. പ്രദേശവാസിയായ CJ ലിയോൺസ് വിവരം അറിയിച്ചതനുസരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡിക്സൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ വെള്ളം പമ്പ് ചെയ്ത് റോഡിൽ പരന്ന ഓയിൽ നീക്കം ചെയ്തു. സമയോചിതമായ ഇടപെടൽ മൂലം കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനായി. കുന്നംകുളം പ്രസ് ക്ലബ്ബ് മാധ്യമ പുരസ്കാരം TD ഫ്രാൻസിസിനും ഷാരിമ രാജനും ലഭിക്കും. ഇക്കുറി മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരത്തിന് അച്ചടി മാധ്യമം വിഭാഗത്തിൽ കേരള കൗമുദി വടക്കാഞ്ചേരി ലേഖകൻ TD ഫ്രാൻസിസും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ കണ്ണൂർ വിഷൻ ചാനലിലെ ഷാരിമ രാജനും അർഹരായി. വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിനെ സംബന്ധിച്ചുള്ള വാർത്താ പരമ്പരയ്ക്കാണ് ഫ്രാൻസിസിന് പുരസ്കാരം. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് കട്ടക്കുളം നിവാസികൾ അരപ്പൊക്കം വെള്ളത്തിൽ മൃതദേഹം കൊണ്ടുപോകേണ്ടി വരുന്ന ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിനാണ് ഷാരിമയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മെയ് മാസം കുന്നംകുളത്ത് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. അച്ചടി മാധ്യമത്തിൽ കേരള കൗമുദി വടക്കാഞ്ചേരി ലേഖകൻ TD ഫ്രാൻസിസും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ കണ്ണൂർ വിഷൻ ചാനലിലെ ഷാരിക രാജനുമാണ് 2024 കുന്നംകുളം പ്രസ് ക്ലബിന്റെ പുരസ്കാരത്തിന് അർഹത
നേടിയിട്ടുള്ളത്. മാധ്യമ പുരസ്കാരത്തിനൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ മികച്ച പ്രസിഡന്റ്, മികച്ച ജനപ്രതിനിധി എന്നിവർക്കും ഈ വർഷം പുരസ്കാരം നൽകും. പ്രസ് ക്ലബ് പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരെ പരിഗണിച്ച പുരസ്കാരത്തിന് മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, മികച്ച ജനപ്രതിനിധിയായി കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ എന്നിവരും അർഹരായി. മാധ്യമപ്രവർത്തകൻ C. ഗിരീഷ് കുമാർ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് സംസ്ഥാനത്ത് ആദ്യമായി പുരസ്കാരം ഏർപ്പെടുത്തിയ കുന്നംകുളം പ്രസ് ക്ലബിന്റെ 20ാമത് മാധ്യമ പുരസ്കാരമാണ് ഫ്രാൻസിസിനും ഷാരിമയ്ക്കും വിതരണം ചെയ്യുന്നതെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികളായ ജോസ് മാളിയേക്കൽ, MM മുഹമ്മദ് അജ്മൽ, മുകേഷ് കൊങ്ങണൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ സജ്ജമാക്കിയ മാലിന്യ ശേഖരണത്തിനുള്ള പുതിയ ട്രാക്ടറിന്റെയും ഓട്ടോയുടെയും ഫ്ളാഗ് ഓഫ് നടന്നു. നഗരസഭാ അങ്കണത്തിൽ AC മൊയ്തീൻ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടന യോഗവും ചേർന്നു. 2024-25 വാർഷിക പദ്ധതിയിൽ നിന്ന് 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ട്രാക്ടറും ഇലക്ട്രിക് ഓട്ടോയും വാങ്ങിയത്. ഇതോടെ നഗരസഭയിൽ മാലിന്യ ശേഖരണത്തിനുള്ള ട്രാക്ടർ 2 എണ്ണമായി. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T. സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൌൺസിലർമാരായ ബീന രവി, ലബീബ് ഹസൻ, സെക്രട്ടറി KB വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭീമമായ കോടതി ഫീസുകൾ പിൻവലിക്കുക, ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ ധർണ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. KSCA ചാവക്കാട് യൂണിറ്റ് പ്രസിഡന്റ് TR അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് അംഗം ജോജോ ജേക്കബ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ചാവക്കാട് യൂണിറ്റ് സെക്രട്ടറി CP പ്രജിത്ത്, ഭാരതീയ അഭിഭാഷക പരീക്ഷത്ത് ചാവക്കാട് യൂണിറ്റ് കൺവീനർ K. നാരായണൻ, KSCA സംസ്ഥാന കൌൺസിൽ മെമ്പർ P. ബിജീഷ്, ജില്ലാ കൌൺസിൽ മെമ്പർ PP രണദിവെ എന്നിവർ സംസാരിച്ചു. M. ജലജാമണി, A. സുകുമാരൻ, CP ഷീല, K. ബിനീഷ്, PR ഷാജി, MK മണി എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും പ്രതിഷേധ ധർണയും നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ 2, 3, 9 വാർഡുകളിൽ ഉൾപ്പെട്ട റോഡ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞുകൊടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്ന് കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയിലായത്. മഴ പെയ്താൽ റോഡ് ചെളിക്കുണ്ടായി മാറും. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് 2, 3, 9 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണവും പ്രതിഷേധവും സംഘടിപ്പിച്ചത്. ഈ വെള്ളറക്കാട് വലിയ പള്ളിയുടെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കല്യാണിക്കുന്ന് വരെയുള്ള റോഡ്, അതിൽ ഏറെ കാലമായി 5 വർഷത്തോളമായി ഇപ്പോൾ വളരെ അങ്ങേറ്റം ദുരിതത്തിലാണ് ജനങ്ങൾ ഇവിടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CK ശിവരാമൻ അധ്യക്ഷനായി. നേതാക്കളായ KU സണ്ണി, CG ജാക്സൺ, PC ഗോപാലകൃഷ്ണൻ, സലാം വലിയകത്ത്, സജീവ് ചാത്തനാത്ത്, OS വാസുദേവൻ, PV കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് മെമ്പർമാരായ ജോളി തോമസ്, സൈബുന്നിസ ഷറഫു, രജിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പൊടിപടലങ്ങളാൽ മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേപോലെ തന്നെയാണ് ഇനി മഴ വന്നാലും ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ. എന്തായാലും 2 സൈഡും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ചാലി കീറി അവിടെ പൈപ്പ് ഇടാനാ എന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള പണി ഇതുവരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഉദ്ഘാടനങ്ങൾ കൊട്ടി ആഘോഷിച്ച് നടക്കുകയാണ്. മന്നലാംകുന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ അപകടം, യുവാവിന് പരിക്കേറ്റു. മൊയ്തീൻപള്ളി സ്വദേശി 18 വയസ്സുള്ള താമരത്ത് കാർത്തികിനാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ മന്നലാംകുന്ന് കിണർ സ്റ്റോപ്പിന് സമീപം വെച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച റോഡ് ഉപരോധവുമായി കോൺഗ്രസ്. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടകമ്പാൽ ചിറയ്ക്കൽ റോഡ് പ്രവർത്തകർ ഉപരോധിച്ചു. ഉപരോധ സമരം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി മുഖ്യാതിഥിയായി. കോൺഗ്രസ് നേതാക്കളായ MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, സോണി സക്കറിയ, സാംസൺ പുലിക്കോട്ടിൽ, VK മുഹമ്മദ്, ജനാർദ്ദനൻ അദിയാരത്ത്, സജു K ഡേവിഡ്, സുബ്രു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപരോധത്തിന് നേതൃത്വം നൽകിയവരെ സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നീക്കം ചെയ്തു. കാട്ടകമ്പാൽ പട്ടിത്തടം റോഡ് തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിട്ടും ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തത് CPM ജനപ്രതിനിധികളുടെ നിസ്സംഗതയാണ് കാണിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. സമരത്തിന് നേതൃത്വം നൽകിയ K ജയശങ്കർ, MM അലി എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ പോലീസ് കേസെടുത്തു. ബുധനാഴ്ച ചേർന്ന കാട്ടകമ്പാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗത്തിൽ നിന്നും റോഡ് തകർന്ന വിഷയം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി കോൺഗ്രസ് അംഗങ്ങളായ MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവർ ഇറങ്ങിപ്പോയി. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി തദ്ദേശ വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വൃത്തി കോൺക്ലേവിൽ വടക്കേക്കാട് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീലിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, മെമ്പർമാരായ ശ്രീധരൻ മാക്കാലിക്കൽ, M ഗിരീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി, ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K സുജിത്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിൽഷ മരിയ, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ അൻഷിത്, ജിനീഷ്, റിനു, ഡ്രൈവർ സുനീർ എന്നിവരടങ്ങുന്ന സംഘമാണ് പങ്കെടുത്തത്. വൃത്തി കോൺക്ലേവിൽ നിന്ന് ഉൾക്കൊണ്ട നല്ല ആശയങ്ങൾ വടക്കേക്കാട് പഞ്ചായത്തിൽ നടപ്പിൽ വരുത്തുമെന്ന് പ്രസിഡന്റ് NMK നബീൽ അറിയിച്ചു. തലക്കോട്ടുകര കൈപ്രമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. കേച്ചേരി, വടക്കാഞ്ചേരി, കുന്നംകുളം, തൃശൂർ എന്നീ 2 സംസ്ഥാന ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ്. കൈപ്പറമ്പ്, ചൂണ്ടൽ, വേലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു തരിപ്പണമായി കിടക്കുന്ന റോഡ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതമാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും സമ്മാനിക്കുന്നത്. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ പ്രശസ്തമായ ധ്യാന കേന്ദ്രങ്ങളും കിഡ്നി ഡയാലിസിസ് സെന്ററും റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വഴിയിലടങ്ങിയ വിദ്യാ കോളേജ്, ഗാഗുട്ട ധ്യാന കേന്ദ്രം, കപ്പൂച്ചിൻ ആശ്രമം, ഓഡിറ്റോറിയങ്ങൾ, ടർഫ്, അതേമാതിരി കിഡ്നി ഹോസ്പിറ്റല്, എപ്പോഴും രോഗികളായിട്ട് വരുന്ന ആംബുലൻസുകൾ, എപ്പോഴും അതേപോലെ വഴി ബ്ലോക്കായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് വഴി, ഇതൊക്കെ പുറമെ വണ്ടികൾ, ഓട്ടോറിക്ഷകൾ, കൈപ്പുറമേലെ 100-100 ഓട്ടോറിക്ഷകളുണ്ട്. എല്ലാവരും ഇതുകൂടെ ഗാഗുൽത്ത് ധ്യാനകേന്ദ്രം കോളേജിന് അത്യാവശ്യമായിട്ട് വരുന്നത് ധൃതിയിൽ വരുമ്പോൾ ഈ വഴി ഇങ്ങനെ അലമ്പായിട്ട് കെടുക്കുക, വണ്ടികൾ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട്, നമ്മുടെ വണ്ടിക്ക് എന്നും കംപ്ലൈൻറ്റ് വരിക, വണ്ടി വർക്ക്ഷോപ്പിൽ ഓടി തോറ്റു, സ്പെയർ പാർട്സ് കടയിൽ കാശ് കൊടുത്തിട്ട് തോറ്റു. 3 കിലോമീറ്റർ ദൂരത്തിൽ തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്കും MLAയ്ക്കും ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പരാതിയുണ്ട്. 1 മാസത്തോളമായി ഇവിടെ ഏതോ ഒരു കോൺട്രാക്ടർ മെറ്റൽ കൊടുന്ന് ഇട്ടിട്ട് സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് യാത്രക്കാരായാലും മറ്റു വാഹനങ്ങളിൽ സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മെറ്റൽ. അത് മാറ്റാനും അധികാരികൾ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. വേലൂർ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഇതിൽ 4 ഇലക്ട്രിക് പോസ്റ്റും ലൈറ്റുകളില്ല. ഈ കുണ്ടുകുഴിയിൽ രാത്രി കണ്ണ് കാണാണ്ട് കെട്ടിമറിഞ്ഞ് വീഴുന്നവരും ഈ മെറ്റലിൻ്റെ അവിടെ ഒന്നും ലൈറ്റ് ഇല്ല. ഈ അതിർത്തിയിൽ 2 ലൈറ്റിൻ്റെ കുറവുള്ള അത് വേലൂർ പഞ്ചായത്ത് അധികാരികൾക്ക് ഇടാവുന്നതാണ്. അത് അവരോട് ഇടാനായിട്ട് അധികാരികളെ അറിയിക്കണം. ചില സ്വകാര്യ വ്യക്തികൾ ഈ കാന അടച്ചിട്ട് അവരുടെ പറമ്പിലേക്കുള്ള വഴിമാരി വെട്ടിയിട്ട് വെക്കണം വണ്ടികൾക്ക് കയറാനുള്ള സൗകര്യത്തിന്. അത് ഒരു പ്രധാന തടസ്സമാണ്. ഇതെല്ലാം അധികാരികൾക്ക് ഈ റോഡിൻ്റെ കാര്യം, ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നാണ് ആവശ്യം. റോഡരികിലെ കോൺക്രീറ്റ് കാനകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയതിനാൽ മഴ പെയ്താൽ റോഡിലൂടെ വെള്ളമൊഴുകി കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതിനു പുറമെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. മറ്റേതോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണ് റോഡിൽ മെറ്റൽ കൂമ്പാരമാക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും മെറ്റൽ നീക്കം ചെയ്യുവാനുള്ള നടപടി കൈക്കൊള്ളുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിരക്ഷ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബത്തിന് വിവാഹ ധനസഹായം വിതരണം ചെയ്തു. വീൽചെയറിൽ ജീവിതം നയിക്കുന്ന
കുമാരി ചിന്നുവിനാണ് സഹായം നൽകിയത്. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബിൽ, CSC സൂപ്രണ്ട് ഡോക്ടർ TG നിത, ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, പാലിയേറ്റീവ് നഴ്സ് മിനി, ആശാ വർക്കർ സുശീല എന്നിവർ സംബന്ധിച്ചു. എല്ലായിടവും കൃഷിയിടം, എല്ലാവരും കർഷകർ എന്ന ശീർഷകത്തിൽ ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് പുന്നയൂർ കണ്ണഞ്ചിറയിൽ സ്വീകരണം നൽകി. ഏപ്രിൽ 2-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച കേരളീയ കാർഷിക ഗ്രാമങ്ങളിലൂടെ 1500 കിലോമീറ്റർ സഞ്ചരിച്ച് ഏപ്രിൽ 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് കർഷകരുടെ ലോങ് മാർച്ച് നയിക്കുന്നത്. 60 വയസ്സ് തികഞ്ഞ അർഹതപ്പെട്ട കർഷകർക്കും പ്രതിമാസം 25,000 രൂപ പെൻഷൻ അനുവദിക്കുക, കാർഷികോൽപാദനത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്കും യന്ത്രോപകരണങ്ങൾക്കും GST പൂർണ്ണമായും പിൻവലിക്കുക, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കർഷകർക്കുണ്ടാകുന്ന അപകട മരണങ്ങൾക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നീ 19 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യാത്ര. 14 ജില്ലകൾ, 152 ബ്ലോക്കുകൾ, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, പ്രമുഖ കൃഷി ഫാമുകൾ, കോൾ നിലങ്ങൾ, പാടശേഖരങ്ങൾ സന്ദർശിക്കുകയും 1000 കർഷകരെ ആദരിക്കുകയും ചെയ്യും. ഏപ്രിൽ 13, 14, 15 തീയതികളിലായിരുന്നു തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തിയത്. പുന്നയൂർ കുട്ടാടൻ പാടശേഖരങ്ങളിലെ പ്രധാന സ്ഥലമായ കണ്ണഞ്ചിറയിൽ സന്ദർശനം നടത്തുകയും കർഷകരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഈച്ചിത്തറ പാടശേഖര സമിതി പ്രസിഡന്റ് ഹനീഫ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. കർഷകരായ രാജീവ് എടക്കര, അർജുനൻ എന്നിവരും വിവിധ ജില്ലാ സാരഥികളും ഒപ്പമുണ്ടായിരുന്നു. കൃഷി വളരെ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു അവസരമായതുകൊണ്ട് നമുക്ക് ഉൽപ്പാദന മാന്ദ്യവും മുരടിപ്പും ഉള്ളതോടൊപ്പം തന്നെ കൃഷി ചെയ്യാൻ ആൾക്ക് താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ ഇടവും കൃഷിയിടം, എല്ലാവരും കർഷകർ എന്നുള്ളൊരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ ആളുകളെയും കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടി ഇതിനോട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷം കലർന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. വിഷരഹിതമായ കൃഷി, രോഗമുക്തരായ മനുഷ്യരെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ കർഷകൻ്റെ ആത്മാഭിമാന ബോധത്തെ വിളിച്ചത് പല ആളുകളും കൃഷി ഒരു മോശപ്പെട്ട ഏർപ്പാടാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അതല്ല എന്ന നിലയിൽ കൃഷി വളരെ ത്യാഗനിർഭരമായിട്ടുള്ള ഒരു തൊഴിലാണ്. അതുകൊണ്ട് ആ കർഷകൻ്റെ ആത്മാഭിമാന ബോധത്തെ വിളിച്ചുണർത്തുക, അതിലൂടെ നമ്മുടെ നാടിൻ്റെ ഉൽപ്പാദന മാന്ദ്യത്തിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏപ്രിൽ 26-ന് നടക്കുന്ന മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. K. ദാമോദരൻ ലൈബ്രറി ഹാളിൽ നടന്ന പരിശീലനം നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ലൈഫ് സ്കിൽ ട്രെയിനറും കരിയർ വിദഗ്ധനുമായ ജോയ് ചീരൻ ക്ലാസ് എടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷെഫീർ, DRP ശ്യാംകുമാർ, AULM മാനേജർ VS ദീപ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്ലാസിൽ പങ്കെടുത്തു. കൈക്കോർക്കാം ലഹരിക്കെതിരെ. പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്രയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ട്രഷറർ ഷാബിർ സലീം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനീഷ്, CPIM കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ ഹാഷിം, MM നൌഷാദ്, പെരുമ്പിലാവ് ബ്രാഞ്ച് സെക്രട്ടറി നിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി. ചൊവ്വാഴ്ച വൈകിട്ട് 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. 7 മണിക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ദുർഗാദാസിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ച വിശേഷാൽ പൂജകൾക്കും കർമ്മങ്ങൾക്കും ശേഷമാണ് കൊടിയേറ്റം നടന്നത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അരുൺ മോഹൻദാസ്, സെക്രട്ടറി രജിത് C. രാജൻ, ട്രഷറർ VG പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 27 ഞായറാഴ്ചയാണ് ഉത്സവം. കൊടിയേറ്റം കഴിഞ്ഞുള്ള 6ാം ദിവസമായ ഏപ്രിൽ 20-ന് ഉത്സവബലി, 21-ന് പള്ളിവേട്ട, 22-ന് ആറാട്ട് തുടങ്ങിയവ നടക്കും. ഉത്സവ ദിവസമായ ഏപ്രിൽ 27 വരെ വിശേഷാൽ പൂജകൾ, തായമ്പക, മദ്ദളക്കേളി, മേളം, പഞ്ചവാദ്യം തുടങ്ങിയവയും ഏപ്രിൽ 23, 24, 25 തീയതികളിൽ വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികളും ഉണ്ടാകും. പുന്നയൂർകുളം പഞ്ചായത്തിലെ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. നിലവിൽ ബജറ്റിൽ വകയിരുത്തിയ 4.5 കോടി രൂപ വിനിയോഗിച്ച് 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് കടൽഭിത്തി നിർമ്മിക്കുന്നതെന്നും
കടൽക്ഷോഭ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങൾ പ്രത്യേകമായി നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശം ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും MLA വ്യക്തമാക്കി. മറ്റുള്ള പ്രദേശത്തുകൂടി കടൽഭിത്തി നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആദ്യഘട്ടമെന്ന നിലയിലാണ് 500 മീറ്റർ വരുന്ന പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കുന്നതെന്നും കടലാക്രമണ ഭീഷണി നേരിടുന്ന ബാക്കിയുള്ള പ്രദേശത്തുകൂടി കടൽഭിത്തി നിർമ്മിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നും MLA യോഗത്തെ അറിയിച്ചു. നിലവിലെ പ്രവൃത്തി നടപ്പിലാക്കാനും മറ്റു പ്രദേശത്തേക്കു കൂടി കടൽഭിത്തി നിർമ്മിക്കുന്നതിന് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനും യോഗത്തിൽ ധാരണയായി. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മഴവെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്ന അറപ്പത്തോടുള്ള പ്രദേശത്ത് സ്ലോയിസ് ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക പരിശോധന നടത്താൻ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെ യോഗം ചുമതലപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AD ദനീബ്, കോൺഗ്രസ് പ്രതിനിധി NR ഗഫൂർ, AM അലാവുദ്ദീൻ, ലീഗ് പ്രതിനിധി AK മൊയ്തുണ്ണി, ജനപ്രതിനിധികളായ KH ആബിദ്, ബുഷറ നൌഷാദ്, ഷാനിബ മൊയ്തുണ്ണി, PS അലി, മൂസ ആലത്തയിൽ, ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീത, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് പാറപ്പുറം ന്യൂ ഫ്രണ്ട്സ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറപ്പുറം ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ താരം സനൂജ സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN പ്രശാന്ത് മുഖ്യാതിഥിയായി. യോഗത്തിൽ KK സുമേഷ്, MR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 100-ലധികം പ്രതിഭകളുടെ കലാപരിപാടികളും അരങ്ങേറി. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 ലക്ഷം രൂപ ചെലവിട്ട് പോർക്കുളം പഞ്ചായത്തിലെ കോതകുളം നവീകരിക്കുന്നു. വേദക്കാട് പാടശേഖരത്തിലെ കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു കുളം നവീകരിക്കുക എന്നത്. മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ കോതക്കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. കുളത്തിന്റെ 4 ഭാഗവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ആഴം കൂട്ടി ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുകയും കുളത്തിനു ചുറ്റും സൗന്ദര്യവൽക്കരണം നടത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ സുധന്യ സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ പൈതൃകം ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന പൈതൃക പുരസ്കാരം കക്കാട് രാജപ്പൻ മാരാർക്ക് ഏപ്രിൽ 18-ന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും പൊന്നാടയും ഉപഹാരവും അടങ്ങുന്നതാണ് പുരസ്കാരം. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് നഗരസഭ EMS സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പൈതൃക ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന പ്രത്യേക പുരസ്കാരം പ്രമുഖ ഓട്ടൻതുള്ളൽ ഗുരുനാഥ തുള്ളൽ തിലകം കേരളശ്ശേരി പ്രഭാവതിക്ക് നൽകും. കേരള ആരോഗ്യ സർവകലാശാല നടത്തിയ MD കമ്മ്യൂണിറ്റി മെഡിസിൻ പരീക്ഷയിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ PS ഗായത്രിയെ അനുമോദിക്കും. ചടങ്ങിൽ വൃക്ഷത്തൈ വിതരണവും ഉണ്ടാകും. GS അജിത് നിർമ്മാണം നിർവഹിക്കുന്ന ധാർമിക് റീൽസ് എന്ന യൂട്യൂബ് ചാനലിന്റെ പ്രകാശന കർമ്മവും കലാമണ്ഡലം ശ്യാമലയുടെ മോഹിനിയാട്ടം, പൈതൃകം സാരഥികളുടെ പഞ്ചാരിമേളം, പൈതൃകം കലാക്ഷേത്ര ഭജനസമിതി അവതരിപ്പിക്കുന്ന ഭജനയും ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, KK വേലായുധൻ, AK ദിവാകരൻ, നാരായണൻ നമ്പൂതിരി, രവീന്ദ്രൻ വട്ടരങ്ങത്ത്, ബിജു ഉപ്പുങ്ങൽ, കുമാരി തമ്പാട്ടി, ഭവാനി പട്ടിക്കൽ എന്നിവർ അറിയിച്ചു. CPIM വരവൂർ തളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ KV മുസ്തഫ അനുസ്മരണം നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന പ്രകടനം പാലക്കൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച് വരവൂർ വളവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ ഏരിയ കമ്മിറ്റി അംഗം KK ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K മുരളീധരൻ, വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ MR രതിമോഹൻ, P ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉബുണ്ടു ഇൻസ്റ്റലേഷൻ ഫെസ്റ്റ് നടത്തി. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലാപ്ടോപ്പുകളിൽ ഉബുണ്ടു 22.04 വേർഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത്. 12 കുട്ടികളാണ് സ്കൂളിലെ 27 ലാപ്ടോപ്പുകളിൽ ഇൻസ്റ്റലേഷൻ നടത്തിയത്. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ വേർഷനിലാണ് IT ക്ലാസുകൾ നടക്കുക. അധ്യാപകരായ സന്തോഷ്, സമിത, ബിജേഷ്, ലാബ് അസിസ്റ്റന്റ് ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. മന്നലാംകുന്ന് ബീച്ചിൽ മാലിന്യ ശേഖരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള തീരുമാനം മാറ്റണമെന്ന് പുന്നയൂർ K കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടു.
നിരവധി സന്ദർശകർ എത്തുന്ന പ്രദേശമാണ് മന്നലാംകുന്ന് ബീച്ച്. സ്കൂളും നൂറുകണക്കിന് ജനങ്ങൾ താമസിക്കുന്നതുമായ പ്രദേശത്ത് മാലിന്യ പ്ലാന്റ് നിർമ്മിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിച്ച് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനുള്ള തീരുമാനം മാറ്റണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കെ കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുന്നയൂർ ചെയർമാൻ ബിനേഷ് വലിയകത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ഷാഹു പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സുൽത്താൻ മന്നലാംകുന്ന്, വൈസ് ചെയർമാൻ താച്ചു കരിയാടൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ഷിഹാബ് പടിഞ്ഞാറയിൽ, ഷംറൂദ്, 17-ാം വാർഡ് മെമ്പർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം ഇവിടെ മാലിന്യ പ്ലാന്റ് അല്ല സ്ഥാപിക്കുന്നതെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ താൽക്കാലികമായി വയ്ക്കുവാനുള്ള ഒരിടം എന്ന നിലയിൽ MCF സംവിധാനം ഒരുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നും പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. ഇത് ഒരാൾക്കും പ്രയാസമുണ്ടാക്കില്ലെന്നും ഇവിടെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോകുന്നതുവരെ സൂക്ഷിക്കാനുള്ള ഒരിടം മാത്രമാണ് സംവിധാനമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ചരിത്രത്തിലാദ്യമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ 10 ഫുട്ബോൾ ടീമുകളെ പങ്കെടുപ്പിച്ച് ഗുരുവായൂർ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് മാതൃകയിലാണ് GSL സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ സമൂഹ പ്രതിരോധമെന്ന ലക്ഷ്യമുയർത്തിയും ഫുട്ബോൾ വികസനം മുൻനിർത്തിയുമാണ് ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയുടെ മുൻകൈയോടെ GSL സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 21 മുതൽ മെയ് 1 വരെയുള്ള തീയതികളിൽ ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ മണ്ഡലത്തിലെ 2 മുനിസിപ്പാലിറ്റികളിൽ നിന്നും 6 പഞ്ചായത്തുകളിൽ നിന്നുമായി 10 പ്രമുഖ ടീമുകളും 160-ലധികം ഫുട്ബോൾ പ്രതിഭകളും 10,000-കണക്കിന് ഫുട്ബോൾ പ്രേമികളും പങ്കാളികളാകും. ഏപ്രിൽ 21-ന് ഉദ്ഘാടന ശേഷം 27 വരെ എല്ലാ ദിവസവും 7 മുതൽ 9 വരെയായി 3 മത്സരങ്ങൾ വീതം നടക്കും. ഏപ്രിൽ 29-നാണ് സെമി ഫൈനൽ. മെയ് 1-ന് ലൂസേഴ്സ് ഫൈനലും നടക്കും. ഏപ്രിൽ 21-ന് വൈകിട്ട് 7-ന് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, PT കുഞ്ഞുമുഹമ്മദ്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CB പാപ്പച്ചൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഡോക്ടർ ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളാകും. മെയ് 1-ന് ഫൈനൽ മത്സരത്തിന്റെ സമാപന സമ്മേളനം മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA, കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 1 ലക്ഷം രൂപയും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനമെന്നും 2ാം സ്ഥാനക്കാർക്ക് 50,000 രൂപയും ട്രോഫിയും നൽകുമെന്നും സംഘാടക സമിതി ചെയർമാൻ GK പ്രകാശൻ, ജനറൽ കൺവീനർ TM ബാബുരാജ്, സെക്രട്ടറി C സുമേഷ്, KR സൂരജ്, KP സുനിൽ, അരുൺ C മോഹൻ, CV ജെയ്സൺ, M രാജേഷ്, ദേവിക ദിലീപ് എന്നിവർ അറിയിച്ചു. ഭദ്രം സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലയൂർ യൂണിറ്റ് സഹായം കൈമാറി. യൂണിറ്റ് മെമ്പർ അൽഫോൺസ ജോസിന്റെ കുടുംബത്തിനാണ് 10 ലക്ഷം രൂപയുടെ ചെക്ക് യൂണിറ്റ് പ്രസിഡന്റ് ബിജു മുട്ടത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് കൈമാറിയത്. സെക്രട്ടറി CJ സേവ്യർ, ട്രഷറർ നൌഷാദ് എന്നിവർ സംബന്ധിച്ചു. എരുമപ്പെട്ടി പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്റ്റേജ് സമർപ്പണവും കലാസാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു. മണ്ഡല മഹോത്സവ ആഘോഷ കമ്മിറ്റിയാണ് സ്റ്റേജ് നിർമ്മിച്ചു നൽകിയത്. പഴവൂർ V ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ച് സ്റ്റേജ് സമർപ്പണം നടത്തി. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് AS രവീന്ദ്രൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ആരിഫ സാബിർ, EA രാമചന്ദ്രൻ, V ശശീന്ദ്രൻ, AS ചന്ദ്രൻ, PY അബൂസാലി, റോയ് ആൻഡോ, EM അശോകൻ, AA രാജൻ, നൃത്ത അധ്യാപകരായ മഞ്ജുഷ, രാജു P നാരായണൻ എന്നിവർ സംസാരിച്ചു. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വ്യാഴാഴ്ച രാവിലെ 6:30-ന് പെസഹ ശുശ്രൂഷകൾ, പെസഹ കുർബാന എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2:30-ന് പെസഹ ഊട്ട്, വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും. ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ 8:30-ന് ആരംഭിക്കും. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കാർമ്മികത്വം വഹിക്കും. വലിയ നോമ്പിനോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി നടന്നുവന്ന സുവിശേഷ യോഗം ചൊവ്വാഴ്ച സമാപിച്ചു. 3 ദിവസങ്ങളിലായി ഫാദർ CG മാത്യു, ഫാദർ ലിജിൻ കുര്യൻ, ഫാദർ ഷിബിൻ പോൾ എന്നിവർ വചന സന്ദേശം നൽകി. പെസഹ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും.
കേച്ചേരി മബ ഉൽ ഹുദ ഗ്രാൻഡ് മസ്ജിദ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. ഉസ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ അർമാൻകുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 22-ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മസ്ജിദ് ഉദ്ഘാടനം ചെയ്യും. ഉസ്മാൻ സഖാഫി തിരുവത്ര, ചെയർമാൻ RM ഇസ്മയിൽ, ജനറൽ കൺവീനർ സലീം അലൈഡ്, ട്രഷറർ എന്നിവർ ഭാരവാഹികളായി സ്വാഗത സംഘം രൂപീകരിച്ചു. യോഗത്തിന് അഷ്റഫ് സഖാഫി സ്വാഗതവും ജഫർ ചേലക്കര നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി അങ്ങാടി 104 നമ്പർ അങ്കണവാടിയുടെ വാർഷികാഘോഷം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ CM പ്രീതി ടീച്ചർ അധ്യക്ഷയായി. സുരേഷ്, സുമയ്യ, സ്വാതി, നീതു എന്നിവർ സംസാരിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച ഒപ്പന, മറ്റ് കലാപരിപാടികളും ഉണ്ടായി. കുട്ടികളുടെ അമ്മമാരും നൃത്തം അവതരിപ്പിച്ചു. ആശാവർക്കർ സാനി സ്വാഗതവും അങ്കണവാടി ഹെൽപ്പർ CP വിജയ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,815 രൂപ, പവന് 70,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം: പഴഞ്ഞി കൈതവളപ്പ് കോലഴി പരേതനായ ശ്രീധരൻ ഭാര്യ ലീല നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം അയ്നൂർ വാതക ശ്മശാനത്തിൽ നടന്നു. കിഷോർ, ഗിരീഷ്, മനോജ്, ദിലീപ്, ധനേശ്വർ എന്നിവർ മക്കളാണ്. താമരയൂർ ദേവീസ് ബേക്കറി ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഉടമ മത്രംകോട് രാജൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഗീത ടീച്ചർ ഭാര്യയും പ്രിയ മകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായുള്ള അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിക്കാനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ആശാശുശ്രൂഷകൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. MDMA കേസിൽ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൾ ഹാമദ് മഖാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം. പുനേർകുളം പുന്നൂക്കാവിൽ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ മാർഗതടസ്സമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് തർക്കവും സംഘർഷവും. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരനെ ആക്രമിച്ച സംഘം രക്ഷപ്പെട്ടു. കുന്നംകുളം പ്രസ് ക്ലബ് മാധ്യമ പുരസ്കാരം TD ഫ്രാൻസിസിനും ഷാരിമ രാജനും. ഇക്കുറി മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെയും പുരസ്കാരദാന ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധവുമായി കോൺഗ്രസ്. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടകാമ്പാൽ ചിറക്കൽ റോഡ് പ്രവർത്തകർ ഉപരോധിച്ചു. വിഷയത്തിൽ ഇടതുഭരണ നേതൃത്വം നിസ്സംഗ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.